കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധ നടപടികൾ അവസാനിപ്പിക്കുക. KPP സിന്ദാബാദ്. ജില്ലാ ധർണ സിന്ദാബാദ്. ജില്ലാ മാർച്ച് സിന്ദാബാദ്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി. പോലീസ് പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധ നടപടികൾക്കെതിരെയും തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പടിക്കലേക്ക് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. 9ാം ശമ്പള കമ്മീഷനിൽ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിഷേധിക്കപ്പെട്ട 4ാം ഗ്രേഡ് ആനുകൂല്യം അനുവദിക്കുക, മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 2 ഗഡുവും അനുവദിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, കോടതികളിൽ സാക്ഷികളായി എത്തുന്ന പെൻഷൻകാർക്ക് TA, DA ഇവ നേരിട്ട് നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. KSSPU ജില്ലാ സെക്രട്ടറി PP സൂര്യകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. KPPA ജില്ലാ പ്രസിഡന്റ് PA തങ്കച്ചൻ അധ്യക്ഷനായി. KPPA സംസ്ഥാന പ്രസിഡന്റ് KK ജോസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK സുഗു, NJ ജോസഫ്, സോമൻ പിള്ള, തൊടുപുഴ മേഖലാ സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. ഗവർണർ നടത്തുന്ന നടപടികളെക്കാളും അതിക്രൂരമായ രീതിയിൽ ആ നടപടികൾ മുന്നോട്ട് പോകും. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, നമ്മുടെ പെൻഷൻ എല്ലാ മാസവും 1-ാം തീയതി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ 1-ാം തീയതി ലഭിക്കുന്ന പെൻഷൻ പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും. നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതാകും. മാത്രമല്ല, ഏറ്റവും പെട്ടെന്ന് ഇവർക്ക് കൈവയ്ക്കാൻ കഴിയുന്നത് പെൻഷനെയും ശമ്പളത്തെയും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട TN തോമസ് ഐസക്, നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പോലെയുള്ള അടിയന്തരാവസ്ഥ കേരളത്തിലേക്ക് വരുന്നത് തടയാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. കേരളത്തിലെ വളഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആക്രമിച്ചാലും കിട്ടാനുള്ള യാതൊരു സാമ്പത്തിക ആനുകൂല്യങ്ങളും അനുവദിച്ചില്ലെങ്കിൽ പോലും കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക എന്ന സന്ദേശവുമായി മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്താ ചെയ്തത്? വളരെ ബോധപൂർവം ഇന്ത്യയിലേക്ക് മതരാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിലേക്ക് വളരെ സൂക്ഷ്മപൂർവ്വം കേന്ദ്ര ഗവൺമെന്റ് കടന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് ചരിത്രങ്ങളെല്ലാം മാറ്റിപ്പഠിക്കാൻ ശ്രമിക്കുന്നു. ഗാന്ധിജിയെ കുറിച്ച് പഠിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. വളരെ നിങ്ങൾ നോക്കൂ, ഗാന്ധിജി എന്ന് പറയുന്ന പേര് കേൾക്കുള്ള ചരിത്രം പഠിപ്പിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലുള്ള നമ്മുടെ 2 ഗഡു, നമ്മുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും ഒക്കെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നത്. വളരെ ബോധപൂർവം സത്യയോടുകൂടി ഒരുമിച്ച് നിന്നില്ല എങ്കിൽ നമ്മളെ കടന്ന് ആക്രമിക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ള കാര്യത്തിൽ വേണ്ടി മാപ്പ് എഴുതി കൊടുത്ത VD സവർക്കർ എന്ന് പറയുന്ന ആളെ വീര സവർക്കറാക്കിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രപതിക്കൊപ്പം ഇന്ത്യൻ പാർലമെന്റിൽ ഫോട്ടോ വെച്ച് പൂജിക്കുകയാണ്. പഴയ പാർലമെന്റിൽ പുതിയ പാർലമെന്റിൽ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും കിട്ടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. അതോടൊപ്പമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഞാൻ ആദ്യം കണ്ട ആദ്യത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് 2011 മാർച്ച് 31 മുമ്പ് പെൻഷൻ പറ്റിയവരുടെയും പരിശീലനകാലം സേവനകാലമായി കണക്കാക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. 1979 അന്നൊരു ഉത്തരവ് ഇറങ്ങി. 1/4/1979 ശേഷം പെൻഷൻ പറ്റിയവർക്ക് മാത്രമേ ഈ പുതിയ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന ഉത്തരവ് ഇറങ്ങിയത്. ആ ഉത്തരവിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ